ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മിസൈലും ബോംബുകളും വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ മരിച്ചു വീഴുന്നു, വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആണവ നിലയങ്ങൾക്ക് നേരെ വരെ ആക്രമണം ഉണ്ടാവുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ അറിയുന്ന വാർത്ത, ലബനാനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. കരസേന, ഇസ്രായേലിൻ്റെ കരസേന ലബനാനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. മറുഭാഗത്ത് ഇറാൻ്റെ പ്രത്യാക്രമണവും തുടരുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണം എന്ന് പറയുമ്പോൾ അത് പശ്ചിമേഷ്യയിലാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ്. ഗൾഫ് രാജ്യങ്ങളിലെ US-ൻ്റെ സൈനിക താവളങ്ങളിലേക്കാണ് ആക്രമണം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ സൈനിക താവളങ്ങളിൽ മാത്രമല്ല, ഊർജ്ജ നിലയങ്ങളിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ചില മിസൈലുകൾ, ചില ബോംബുകൾ അവ ജനവാസ കേന്ദ്രങ്ങളിലേക്കും വന്നു വീഴുകയും ചെയ്യുന്നുണ്ട്. മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ ഗൾഫ് മേഖല ഒന്നാകെ ആശങ്കയിൽ അമർന്നിരിക്കുകയാണ്. സ്വാഭാവികമായും അത് മലയാളികളെയും ബാധിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഭാവി? എത്ര നാളിത് നീണ്ടു നിൽക്കും? എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് അതുണ്ടാക്കാൻ പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ജിമ്മി, നമ്മൾ എവിടെയോ നടക്കുന്നൊരു യുദ്ധം എന്ന നിലക്കല്ല ഈ യുദ്ധത്തെ കാണുന്നത്. നമ്മുടെ മുറ്റത്ത് നടക്കുന്നൊരു യുദ്ധം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? അല്ല, അതിൻ്റെ ചൂട് എക്കോണമിയിൽ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എണ്ണയുടെയും ഗ്യാസിൻ്റെയൊക്കെ വില കൂടാൻ പോകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി അതിൻ്റെ എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഗൾഫിന് പനി പിടിച്ചാൽ, ഒരു ജലദോഷം ഉണ്ടായാലും ഇവിടെ പനി വരും എന്നുള്ള കാര്യത്തിൽ അത്രയും കണക്റ്റഡാണ് ഗൾഫുമായിട്ടുള്ള നമ്മുടെ വ്യാപാരമായാലും എന്ത് കാര്യമായാലും. അതുകൊണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലെല്ലാം ഗൾഫ് മേഖലയിലുള്ള എല്ലാ പ്രകമ്പനങ്ങളും അതിൻ്റെ എഫക്റ്റ് കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ അതേ ആശങ്കകൾ സത്യമാവുകയാണ്. ഇപ്പോൾ തീർത്തുതരാം, 48 മണിക്കൂർ അല്ലേപ്പോട്ടെ 3 ദിവസം എന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് അമേരിക്ക തന്നെ 1 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധമായി അവർ ഗോൾ പോസ്റ്റ് മാറ്റിക്കഴിഞ്ഞു. ഈ 1 മാസം കഴിഞ്ഞാലും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ഒന്ന്, ഇറാൻ സർക്കാരിനെ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളത്, അതുപോലെ തന്നെ രാജ്യം അടിച്ച് തകർത്ത് കളയും എന്ന് പറയുന്ന സാധനങ്ങൾ, ഇതൊന്നും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് അസാധ്യമായൊരു ലക്ഷ്യത്തിലേക്കാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇനി അമേരിക്ക എന്നെങ്കിലും ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടോ? അതിപ്പോൾ വിയറ്റ്നാമിൽ തുടങ്ങിയാൽ 8 വർഷമോ 13 വർഷമോ എടുത്ത യുദ്ധമാണ്. അഫ്ഗാനിസ്ഥാൻ 20 വർഷം. അമേരിക്ക പോയതിൻ്റെ അടുത്ത ദിവസം അമേരിക്ക തകർത്തു എന്ന് പറയുന്ന പ്രസ്ഥാനം താലിബാൻ അതുപോലെ വന്ന് ഭരണം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അത് ഇറാഖായാലും എവിടെയായാലും അമേരിക്ക പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒരു കാലത്ത് നടന്നിട്ടില്ല. മാത്രമല്ല, അവരുടെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയി ലോകം, ആ രാജ്യം നാമാവശേഷമാവുകയും ആ മേഖല മുഴുവൻ അശാന്തിയാവുകയും ചെയ്തതാണ്. വൃത്തിയായി ഒരു കാര്യം ചെയ്ത ഒരു ചരിത്രം അമേരിക്കയ്ക്കില്ല. പക്ഷേ പ്രശ്നം, സത്യത്തിൽ അമേരിക്ക ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കെന്നറിയാം, ഇറാനിൽ പുറത്തെവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു പഴയ ഭരണാധികാരിയുടെ മകനെ കൊണ്ടുവന്ന് ഇറാനിൽ ഇരുത്തിക്കളയുമെന്ന് അമേരിക്ക പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് നമ്മളെക്കാൾ നല്ലപോലെ അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ സത്യത്തിൽ ലക്ഷ്യം എന്തായിരുന്നു? സത്യത്തിൽ ലക്ഷ്യം എന്താണ്? ഇറാനെ നാമാവിശേഷമാക്കുക എന്നുള്ളതിൻ്റെ താല്പര്യം ഒരൊറ്റ രാജ്യത്തിന് മാത്രമാണ്, അത് ഇസ്രായേലിനാണ്. എബ്രഹാം അക്കോർഡ് വഴി മറ്റ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ മുഴുവൻ ഇസ്രായേൽ അവരുടെ കൂടെ കൂട്ടുന്നതിൻ്റെ വളരെ വലിയ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. UAE-യുമായി സഖ്യമുണ്ട് ഇപ്പോൾ തന്നെ, പല രാജ്യങ്ങളുമായിട്ടും സഖ്യമുണ്ട്. അങ്ങനെ ഒരു ചൊൽപ്പ് നിൽക്കുമ്പോൾ ഒരൊറ്റ രാജ്യമാണ് തലയുയർത്തി നിൽക്കുന്ന ഇറാൻ, അവിടുത്തെ ഏറ്റവും വലിയ രാജ്യം. ആ രാജ്യത്തെ തകർക്കുക എന്നതിനപ്പുറം പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇറാനെ ശരി നന്നാക്കി കളയാമെന്നോ, ഇറാനിലെ ജനാധിപത്യ സംവിധാനങ്ങളെ പുനഃസ്ഥാപിക്കാമെന്നോ, അവിടുത്തെ സമരക്കാർക്ക് അങ്ങനെയാണെങ്കിൽ ഇത് പണ്ടേ ചെയ്യാമായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അതൊന്നുമല്ല ലക്ഷ്യം. ഇസ്രായേലിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന ഒരു വാടക ഗുണ്ടയുടെ പണി മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഹമാസിനെ ഓടിച്ചു വിട്ട ശേഷം ഫലസ്തീൻ മുതലുള്ള ആ മേഖലയിൽ മുഴുവനുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് മോഹമായിരിക്കാം. എന്തായാലും ആ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു വലിയ മോഹത്തിൽ 2 റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ചേർന്ന് കൈകോർത്ത് നടത്തുന്ന ഒരു കളിയാണ്. അവിടെ ഇറാൻ അവസാനിച്ചാൽ ഇറാനിന് തിരിച്ചു വരാത്ത രീതിയിൽ ഇല്ലാതാക്കുക എന്ന് മാത്രമാണ്. അത് വളരെ വൃത്തിയായി അമേരിക്കയും ഇസ്രായേലും കൂടെ ചെയ്യാൻ പോവുകയാണ്. 4 ആഴ്ച എന്ന് പറഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൈന്യം പോലും ഇറങ്ങുന്ന രീതിയിൽ വരാതിരിക്കാം. പക്ഷേ ആ രാജ്യത്തെ അവർ അവസാനിപ്പിച്ച് കളയും, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ആ ജനതയ്ക്ക് എന്തു പറ്റുമെന്നുള്ളത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു വിഷയമേ അല്ല. അഫ്ഗാനിസ്ഥാനിൽ വിഷയമായോ?
അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്ത, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സർക്കാർ സ്ഥാപിച്ച, അമേരിക്കയ്ക്ക് വേണ്ടി പോലീസിനെ പണി ചെയ്ത അവിടെ നാട്ടുകാർക്കൊക്കെ എന്ത് പറ്റി? ആ ആളുകൾ എവിടെ പോയി? ഉത്തരവില്ല. വിയറ്റ്നാമിൽ ഇത് തന്നെയല്ലേ? അമേരിക്കയുടെ പോയി കിസിഞ്ചറിൻ്റെ ഒരു പ്രശസ്തമായൊരു വാചകമുണ്ട്, ഇഫ് യു ആർ എനിമി ഓഫ് അമേരിക്ക യു ഷുഡ് ബി കോഷ്യസ്. ഇറ്റ് ഷുഡ് ബി കോഷ്യസ്. ഏതാണ്ട് അങ്ങനെയാണ്. ബട്ട് ഇഫ് യു ആർ എ ഫ്രണ്ട് ഓഫ് അമേരിക്ക ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. ഇതാണ് പ്രശ്നം. അമേരിക്കയുടെ കൂടെ കൂട്ടിയവർക്ക് പോലും രക്ഷയുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ സമയത്ത് പശ്ചിമേഷ്യയിൽ ആകെ അശാന്തി ഉണ്ടാക്കുകയും ഇറാൻ്റെ മിസൈലുകൾ അങ്ങോട്ട് പ്രവഹിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചില കഥകൾ കൂടി കേൾക്കുന്നുണ്ട്. എണ്ണപ്പാടങ്ങൾക്ക് തീ കൊടുക്കുന്നതിലും ഗ്യാസ് കമ്പനികൾക്ക് നടക്കുന്ന സ്ഫോടനങ്ങൾക്കും പിന്നിൽ മൊസാദിൻ്റെ ഏജൻറ്റുകളാണെന്ന് പറഞ്ഞ കഥകളും ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഓർക്കസ്ട്രേറ്റഡ് പ്ലാനിൻ്റെ ഭാഗമായി നിൽക്കുകയും JC രാജ്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിന് മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറി നിൽക്കുകയുമാണ്. ഈ ഖമനയുടെ മരണത്തെ അപലപിക്കാത്ത രാജ്യങ്ങളുണ്ട് ഈ GCCക്കകത്ത്, UAE മുതലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വേറെന്തോ ഒരു ഗ്രാൻഡ് പ്ലാനാണ്. ആ ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായി നിന്ന് ബാക്കി എല്ലാവരും കൂടെ നിന്ന് കളിക്കാൻ വിധിക്കപ്പെടുകയാണ്. ഇറാൻ നന്നാകണം എന്ന ലക്ഷ്യമില്ലാതെ ഇറാനെ തീർക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമാണ് പ്ലാൻ. അല്ലാതെ അമേരിക്ക മണ്ടന്മാരാണെന്നും അമേരിക്കയുടെ പദ്ധതികളൊന്നും നടപ്പിലാകുമെന്നും എന്നും കരുതണ്ട. അമേരിക്ക അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. ഇറാൻ തീരുക, പിന്നെ എതിർ ശബ്ദങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് മുമ്പിൽ കൊമ്പിട്ട് നിൽക്കുന്ന, ഇസ്രായേലുമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരാറുകൾ ഒപ്പിടുന്ന, അങ്ങനെ എല്ലാ എതിരുകളും ഇല്ലാതാകുന്ന ഒരു പുതിയ കാലത്തിലേക്കുള്ള അവസാനത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഇതുകൂടെ തീർന്നാൽ പിന്നെ ഇസ്രായേലിന് മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. അതിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ പശ്ചിമേഷ്യക്കകത്തുള്ള മറ്റ് ചില തർക്കവിതർക്കങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നേക്കാം, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. പക്ഷേ അതിനൊക്കെ മുകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വലിയ ഒരു ശക്തി, ഒരു പവറായിട്ട് വരും. ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി പല രാജ്യങ്ങളിലെയും മിലീഷ്യകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, ഇതെല്ലാം ഈ ഒറ്റയടിക്ക് തീരും. അത് ഹൂത്തികളായാലും അതുപോലെ തന്നെ ഹമാസ് ആയാലും ബാക്കിയുള്ള സിറിയയിലെ മിലീഷ്യകളായാലും ഇവർക്കുള്ള സപ്ലൈ ചെയിനോടെ കട്ടായാൽ പിന്നെ ആരാ പ്രശ്നം? ഈ മേഖലയിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ആരുമില്ല. അതാണ് പ്ലാൻ. ആ പ്ലാൻ ഒരു 4 ആഴ്ച കൊണ്ട് ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ആദ്യമേ ഉദ്ദേശിച്ചിരുന്നതെന്ന് മനസ്സിലാക്കണം. 2 ദിവസം കൊണ്ട് തീർക്കാനല്ല. 2 ദിവസം തീർക്കാനാണെങ്കിൽ ഖമനേനിയെ വധിച്ചു തിരിച്ചു പോകാം. അതല്ല, 4 ആഴ്ച കൊണ്ട് രാജ്യത്ത് പുതിയ ഭരണകൂടം വരുമോ? അതുമില്ല. പക്ഷേ ഈ 4 ആഴ്ചയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 4 ആഴ്ച കൊണ്ട് കിലോ ടൺ കണക്കിന് ബോംബുകളിട്ട് ആ രാജ്യത്തെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ. ജിംസ്, ഒരു യുദ്ധം തുടങ്ങുമ്പോൾ എന്തായാലും അതിന് പിന്നിൽ വലിയ ആലോചനകൾ നടക്കും. അപ്പം ഇസ്രായേലായാലും അമേരിക്ക ആയാലും അത് നടത്തിയിട്ടുണ്ടാകും. ഇസ്രായേൽ എന്ത് സംഭവിച്ചാലും ഇറാൻ ആക്രമിക്കും എന്നുള്ള കാര്യം സമീപകാലത്ത് ഉറപ്പുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇറാനും ഒരു പ്ലാൻ ഉണ്ടാകും. പക്ഷേ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ഗൾഫ് മേഖലയിലെ അവിടെ US താവളങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് മിസൈലുകൾ വിടുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും, നേരത്തെ ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കാൻ ഞങ്ങളുടെ ബേസിനെ അമേരിക്കൻ ബേസുകളെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഈ മിസൈലുകൾ തുടർച്ചയായി ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ് തുടങ്ങിയാൽ ഈ ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഇറാനെതിരാവുകയും യുദ്ധം നിർത്തിക്കാൻ വേണ്ടി അമേരിക്കയോടും ഇസ്രായേലോടും ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും, ആ സാധ്യത മുൻകൂട്ടി കണ്ടുള്ള ഒരു ആക്രമണമായിട്ടൊക്കെ നമുക്കതിന് വ്യാഖ്യാനിക്കാൻ പറ്റും. ഈ ഖാംനയെ വധിച്ച ആ ഫസ്റ്റ് ഡേ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ട്രജക്ടറി എങ്ങനെയാണെന്ന് ഒന്നും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു ടോക്കൺ വാർ ആവാനാണ് സാധ്യത. ഖാംനയെ കൊന്നിട്ട് ഇസ്രായേലും US പിൻവാങ്ങും, കുറച്ച് സ്ഥലങ്ങളിൽ ബോംബിടും, കുറേ ആളുകൾ കൊല്ലും, അവർ പിൻവാങ്ങുമെന്നാണ് ധരിച്ചത്. പക്ഷേ ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നുകൂടി അവൻ്റെ ഇതിൻ്റെ ക്ലിയർ പിക്ചർ നമുക്ക് വ്യക്തമാണ്. മാർക്കോ റൂബിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അല്ല യുദ്ധം തുടങ്ങിയത്, സ്ഥിരം വാചകമാണ്, ഞങ്ങളല്ല യുദ്ധം തുടങ്ങിയത്, ഇസ്രായേൽ അവിടെ ആക്രമിച്ചു. അപ്പോൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ US ഇൻട്രസ്റ്റുകളുടെ മേൽ ആക്രമണം നടത്തും. അങ്ങനെ ആക്രമണം നടത്താതിരിക്കാൻ ഞങ്ങളൊരു പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയതാണ്. അതൊട്ടും ലോജിക്കലല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒട്ടും ലോജിക്കലല്ല. അതിൻ്റെ കാരണം ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഫെബ്രുവരി 26 അവസാനവട്ട ചർച്ച ഒമാൻ്റെ മധ്യസ്ഥയിൽ നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെന്നും, ഒരു ഗൈഡ് ലൈൻസ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെന്നും, വീണ്ടും വിയന്നയിൽ ചർച്ച തുടരുമെന്നും അവസാനിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. ഇപ്പോൾ 26, 27, 28 ആക്രമണം നടക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ആദ്യം ആക്രമിക്കുന്നു. അത് അമേരിക്ക അറിയാതെയാണല്ലോ, അങ്ങനെ നമ്മൾ വിശ്വസിക്കണം.
അമേരിക്ക അറിയാതെ ഇസ്രായേൽ ആക്രമിക്കുന്നു. അപ്പോൾ തിരിച്ചടി എവിടെ നിന്നുണ്ടാവും? തിരിച്ചടി അവിടുത്തെ അമേരിക്കൻ ബേസിലേക്ക് ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് വളരെ പൊടുന്നനെ ഞങ്ങൾ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇറാൻ്റെ മേൽ നടത്തി എന്നാണ് പറയുന്നത്. അതൊരു ലോജിക്കില്ലാത്ത വിശദീകരണമാണെങ്കിലും അതിൽ നിന്ന് ചില ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആക്രമണം, ഈ ഫെബ്രുവരിയിലെ ഈ ആക്രമണം 2025 പ്ലാൻ ചെയ്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു കാരണം പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നോക്കുക, ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഫസ്റ്റ് ഡേ തന്നെ വധിച്ചു. അതൊരു ഒരു സൈനിക ഓപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ടറിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് കഴിഞ്ഞു. അവിടുത്തെ ആയത്തുള്ള ഖുമൈനിയെ തന്നെ വധിച്ചു, അവിടുത്തെ IRGCയുടെ കമാൻഡർമാരെ വധിച്ചു, ആയത്തുള്ള ഖാംനെയെ വധിച്ചു, കമാൻഡർമാരെ വധിച്ചു. അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ആദ്യ ദിവസം തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ്? ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാഷാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു മിലിറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസാണ് അവരുടെ അതിൻ്റെ സ്റ്റോക്ക് പൈലാണ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി. ആ ശക്തി എന്ന് പറയുമ്പോൾ അവരുടെ എയർഫോഴ്സ് വളരെ വീക്കാണ്. എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് കാലത്തെ സുഖോയ് വിമാനങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തർ ഒരെണ്ണം വെടിവെച്ചിട്ട് അത്. അതായത് ഒട്ടും തന്നെ ഈ കാലത്ത് ഒരു മോഡേൺ വാർഫെയറിൽ ഒട്ടും തന്നെ കമ്പാറ്റബിൾ അല്ലാത്ത എയർഫോഴ്സാണ് അവരുടേത്. പിന്നെയുള്ളത് അവരുടെ നേവിയാണ്. ഇതൊക്കെയാണെങ്കിലും അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ മാത്രമാണ്. ആ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചൊരു ദിവസം ഒരു 100 മിസൈൽ വെച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ചിലവ് കുറഞ്ഞതാണ്. പിന്നെ ഡ്രോണുകളാണ്. ഇത് രണ്ടും ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളാണ്. അവർക്ക് അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ പ്രധാനമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന മിസൈലുകളും ഡ്രോണുകളിലുമാണ്. ഇതിങ്ങനെ ആയിരിക്കെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ഡേ ബോംബർ വിമാനങ്ങൾ വന്ന് ആയത്തുള്ള ഖാംനെ ഇരിക്കുന്ന വീട്ടിൽ ബോംബിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്താണ്? അത് അതിലും എന്താണ് വല പോലെ ചിതറിയൊരു സാധനമാണ്. അവരുടെ കയ്യിലുള്ള ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ റഷ്യ കൊടുക്കുന്ന S-300 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 ഡേയ്സ് വാർ 2020 ജൂണിൽ നടന്ന 12 ദിവസ യുദ്ധം, ആ യുദ്ധത്തിൽ അമേരിക്കയുടെ ഫൈറ്റർ ബോംബുകൾ വന്ന് ഈ നാറ്റാൻസ് ഉൾപ്പെടെയുള്ള ആണവ റിയാക്ടറുകൾ ബോംബിട്ടു എന്നാണ് മാത്രം നമ്മൾ മനസ്സിലാക്കിയതും വാർത്തകളായതും. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഈ ആണവ കേന്ദ്രങ്ങളെ ആയിരുന്നില്ല, പകരം ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് മാരകമായ പ്രഹരം 2025 തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒരു തുറന്ന ആകാശമായി കിടക്കുകയാണ് ഇറാൻ. ആർക്ക് വേണമെങ്കിലും വന്ന് ബോംബിട്ടിട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഖാംനെയുടെ വീടിന് പോലും സുരക്ഷയില്ലാത്ത വിധം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2025 അത് കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞ് അവർ പിൻവാങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ടോക്കൺ വാറാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ വീണ്ടും മാസങ്ങൾക്കുള്ളിൽ ഫെബ്രുവരിയിൽ വന്നിട്ട് ഖാംനെയെ കൊന്നിട്ട് പോകുന്നു. അതിനർത്ഥം ഇത് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ്. ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു ചർച്ച എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ചർച്ച എനിക്ക് തോന്നുന്നൊരു ഒന്ന് ഈ ആക്രമണത്തിനൊരു ടൈം കിട്ടുക എന്നുള്ളതാണ്. ഇവർക്ക് പ്രിപ്പയർ ആവാനുള്ള ടൈം. പ്രധാനമായും ഇപ്പോൾ USS എബ്രഹാം ലിങ്കണൊക്കെ അവിടെ വന്ന് കിടക്കണം, മറ്റ് സോട്ടീസ് നടക്കണം, ഷിപ്പുകളുടെ സോട്ടീസ് നടക്കണം, ആവശ്യമായ സ്റ്റോക്ക് പൈൽ വേണം, ഇവർക്കുള്ള ആയുധങ്ങൾ വേണം. ഇതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ചർച്ചയുടെ ലക്ഷ്യം തന്നെ. അല്ലാതെ ഈ ചർച്ചയിലൂടെ ആ ചർച്ചയുടെ മുന്നോട്ട് വെച്ച കണ്ടീഷൻസ്, ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബാലിസ്റ്റിക് പ്രോഗ്രാമൊക്കെ കളയണം, അവിടെയുള്ള യുറേനിയം മൊത്തം അവിടെ നിന്ന് ഷിപ്പ് ചെയ്യണം, മിസൈലൊക്കെ അവിടെ നിന്ന് മാറ്റണം. അത് ഒരിക്കലും ഇറാൻ സമ്മതിക്കില്ല എന്ന് അമേരിക്ക നന്നായിട്ട് അറിയാം. അപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ ഡിമാൻഡ്സ് വെച്ച് ചർച്ച നടക്കുമ്പോൾ ഇറാൻ എന്തായിരിക്കും കരുതിയിരിക്കുന്നുണ്ടാവുക? ഇറാൻ പക്ഷേ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടാകുന്ന ആ തലക്കെട്ടുകൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം അരാക്ചി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ, ജനുവരിയിൽ തന്നെ പറയുന്നുണ്ട് വി ആർ റെഡി ഫോർ എ ലോങ് വാർ എന്ന് ജനുവരി പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അമേരിക്കയിൽ നടന്ന ചർച്ച ഒരു യുദ്ധത്തിന് മുന്നോടിയായുള്ള ടൈം ബൈയിങ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുള്ള സമയം കണ്ടെത്തുകയാണ്. ഈ ചർച്ച തന്നെ യുദ്ധത്തിന് വേണ്ടി അവർ മുന്നൊരുക്കുന്നതാണെന്ന് മനസ്സിലായി. അവർ ഈ ബാലിസ്റ്റിക് മിസൈൽസ് മുഴുവൻ വിന്യസിക്കുകയും അതുപോലെ ഇവരുടെ ബങ്കറുകൾ, അവർക്ക് വളരെ ബങ്കറുകളില്ലാത്തൊരു രാജ്യമാണ്, ഇസ്രായേൽ പോലെയല്ല. അപ്പോൾ അത് കുറേ കൂടി അവർ അണ്ടർഗ്രൗണ്ടൊക്കെ കുറേ കൂടി ഫോർട്ടിഫൈ ചെയ്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു ഇറാനും. അതുകൊണ്ടാണ് ഖാംനെയെ കൊന്ന ഉടൻ തന്നെ അവർക്ക് ഈ 6 രാജ്യങ്ങൾക്ക് ഒരേ സമയം മിസൈൽ അയക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, ഈ പ്രീ പ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ മറ്റ് ചില അടരുകൾ കൂടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കണം. എന്തിനാണ് 2025 ഈ ഹമാസുമായുള്ള യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പാണല്ലോ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്, ആ വെടിനിർത്തലിന് മുമ്പാണ്. അപ്പോൾ ആ ഒരു വശത്ത് ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു, ലബനാനെതിരെ യുദ്ധം ചെയ്യുന്നു, ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഇസ്രായേൽ. അതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ അവർ ചട്ടം കെട്ടുന്നത് തന്നെ ഇതൊരു അടുത്ത വർഷം ഇത് ചെയ്യണമെന്ന് അവർ നേരത്തെ പ്ലാൻഡാണ്. ഇത് പ്ലാൻഡാണ്, ഇത് ചെയ്യും ഇസ്രായേലിന്. പക്ഷേ ഇസ്രായേൽ ഒറ്റയ്ക്ക് ആ തീരുമാനമെടുക്കാൻ കഴിയില്ല. അമേരിക്കയുടെ ട്രംപിൻ്റെ സാങ്ഷൻ വേണം, ട്രംപിൻ്റെ അനുമതി വേണം. ട്രംപിൻ്റെ അനുമതി കഴിഞ്ഞ വർഷം തന്നെ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ആ സമയത്ത് തന്നെയാണ് ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വരുന്നതും അതേ തുടർന്നും റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ അത് പുറത്തു കൊണ്ടെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഇത് രണ്ടും പാരലായിട്ടാണ് നടക്കുന്നത്. ഒരു വശത്ത് അമേരിക്ക ഇറാൻ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ പ്രപ്പോസലിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അവിടെ സമ്മർദ്ദം ഉണ്ടാവുകയാണ്.
ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അറ്റാക്ക് നടക്കുന്ന ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലോ മലയാള മാധ്യമങ്ങളിലോ അത് വലിയ വാർത്തയാവുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ടെസ്റ്റിമോണി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിലരി ക്ലിൻ്റൻ്റെ ടെസ്റ്റിമോണി കഴിഞ്ഞു ഈ ഇതുമായി ബന്ധപ്പെട്ട്. ഇനി ആരുടെയൊക്കെ ടെസ്റ്റിമോണി വരാൻ പോകുന്നത്? ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും അമേരിക്കൻ കോൺഗ്രസ്സിൽ വന്നിട്ട് എപ്സ്റ്റീൻ്റെ ദ്വീപിൽ പോയിട്ടുള്ള സകല മനുഷ്യരും അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് ടെസ്റ്റിമോണി കൊണ്ടുവരും. ട്രംപും പോകേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് റേപ്പ് ചെയ്ത ഒരു മൈനർ പെൺകുട്ടിയെക്കുറിച്ചുള്ള FBI കയ്യിലുള്ള ടെസ്റ്റിമോണി. അതാരാണെന്ന് വ്യക്തമല്ല, അയാളുടെ പേര് വ്യക്തമല്ല. അങ്ങനൊരു ഡോക്യുമെൻ്റ് ഉണ്ട് എന്ന് റിപ്പബ്ലിക്കന്മാരും, അതായത് ട്രംപ് ഭരണകൂടത്തിനകത്തുള്ള റിപ്പബ്ലിക്കന്മാർക്കും ഡെമോക്രാറ്റുകൾക്കും വരെ അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്ത ഇതിലില്ല. ആ പുറത്തു വന്ന 30 ലക്ഷത്തോളം അല്ലെങ്കിൽ 30,000-ഓളം ഡോക്യുമെൻ്റുകളിലില്ല എന്ന വാദം വരികയാണ്. അത് എവിടെ പോയി എന്നാണ് ചോദ്യം. അങ്ങനെ ഒരാളുണ്ടോ ഇല്ലേ? ട്രംപ് യഥാർത്ഥത്തിൽ അവർ റേപ്പ് ചെയ്തതാണ്. അത് 80s നടന്ന കാര്യമാണ്. 80കളിൽ എപ്സ്റ്റീനും ട്രംപും ചേർന്ന് റേപ്പ് ചെയ്ത പെൺകുട്ടിയെക്കുറിച്ചുള്ള ടെസ്റ്റിമോണിയാണ്. ആ ഡോക്യുമെൻ്റ് ഈ പുറത്തു വന്നതിലില്ല എന്നുള്ള വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള കുറേ അധികം കേസുകൾ കോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ട്രംപ് എന്താണ്, വളരെയധികം സമ്മർദ്ദത്തിലാണ്. ഈ സമ്മർദ്ദത്തിന് 2 തലയുണ്ട്. ഒന്ന്, ഈ ആഭ്യന്തരമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുള്ളത്. ഇറാൻ്റെ ആയത്തുക ഞങ്ങൾ തട്ടി എന്ന് പറയുമ്പോൾ ട്രംപ് കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന കുറേ അധികം ആളുകൾ അമേരിക്കയിലുണ്ട്. ട്രംപിൻ്റെ വോട്ട് ബേസ് ഉണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. 3, മിഡ് ടേം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനും ഈ യുദ്ധം പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൂ വാസ് എപ്സ്റ്റീൻ ആരായിരുന്നു യഥാർത്ഥത്തിൽ? അയാൾക്ക് മൊസാദ് ബന്ധമുണ്ട് എന്നാണ് റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ആരോപണം വരുന്നത്. ഈ മൊസാദ് ബന്ധം ഉപയോഗിച്ച് അമേരിക്കയുടെ ഫോറിൻ പോളിസിയെ ഇസ്രായേൽ സ്വാധീനിക്കുന്നു. നമ്മൾ ഇസ്രായേലിന് വേണ്ടി നമുക്ക് വേണ്ടാത്ത യുദ്ധങ്ങൾ നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുകയാണെന്ന് ടക്കർ കാൾസൺ ഇന്നലെ വിളിച്ചു പറയുന്നതാണ്. ടക്കർ കാൾസണാണ് മറ്റേ കാര്യം വിളിച്ചു പറഞ്ഞത്. മൊസാദ് വന്നിട്ട് GCC രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾക്ക് തീടുന്ന അവന്മാരാണ്, അവർ രണ്ടുപേരും പിടിച്ചിട്ടുണ്ട്, ഖത്തറും സൗദിയും എന്ന് പറയുന്ന ടക്കർ കാൾസണാണ് ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ കാൾസൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വിളിച്ചു പറയുന്നു. അമേരിക്ക ചെയ്യുന്ന യുദ്ധങ്ങൾ ഇസ്രായേലിന് വേണ്ടിയുള്ളതാണെന്ന് വരുന്നു. അതിന് ഏറ്റവും കാരണമാവുന്നത് ഈ പറയുന്ന എപ്സ്റ്റീൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും പൊളിറ്റീഷ്യൻസിനെയും അക്കാഡമിക് പേഴ്സണാലിറ്റികളെയും സെലിബ്രിറ്റികളെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് അത്രയും രേഖകൾ അയാൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മർദ്ദം ഉണ്ടാക്കിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ 2025 പ്ലാൻ ചെയ്ത ഒരു ലോങ് വാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ GCCയിൽ നിന്നുള്ള ചില പ്രവാസികളെ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇരുന്ന് ദീപാവലി കാണുന്ന പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ലളിതമല്ല വരാൻ പോകുന്ന കാര്യങ്ങൾ. കാരണം റെജീം ചേഞ്ച് പോലുമല്ല യുദ്ധത്തിൻ്റെ ലക്ഷ്യം. അതായത് ആയത്തുള്ള ഖുമൈനിയെ കൊന്ന് അവിടെ ജനങ്ങൾ അവിടെ കയ്യേറി പുതിയൊരു ഭരണ സംവിധാനം വരണമെന്നൊന്നും ആഗ്രഹമേ അല്ല, അങ്ങനെ ഒരു ലക്ഷ്യമേ അല്ല അവർക്ക്. അതായത് പരമാവധി കെയോസ് ഉണ്ടാക്കുക, ഇറാനെ തകർത്ത് തരുമ്പോൾ. നമ്മളിപ്പോൾ ഗസയിൽ കണ്ടതുപോലെ ഇറാൻ ഇപ്പോൾ തന്നെ 2000 കേന്ദ്രങ്ങൾ, 2000-ലധികം കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ബോംബിട്ടിട്ടുള്ളത്. 2000 കേന്ദ്രങ്ങൾ ബോംബിടുക. നമ്മൾ ആകെ 50 കിലോമീറ്റർ മാത്രം നീളമുള്ള ഗസയിൽ ഈ 2 വർഷം ഇസ്രായേലിട്ട ബോംബ് എത്രയാണ്? അത്രയും ബോംബിട്ട് ആ സ്ഥലം എന്തായി മാറി, എത്ര അധികം ആളുകൾ കൊന്നു. അപ്പോൾ ഇറാൻ പോലൊരു വലിയ രാജ്യത്ത് 2000 കേന്ദ്രങ്ങൾ ബോംബിട്ടൊന്നുമല്ല, അത് 700-800 പേരെയാണ് മരിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരു പ്രൊലോങ്ഡ് വാറാണെങ്കിൽ ഒരു മാസമോ 2 മാസമോ നീണ്ടു നിൽക്കുമ്പോൾ എത്രയധികം മരണങ്ങളുണ്ടാവും, എത്രയധികം കെട്ടിടങ്ങൾ തകരും. ഇനി ഇറാൻ്റെ തന്നെ ബാലിസ്റ്റിക് കപ്പാസിറ്റി തകർക്കാൻ കഴിഞ്ഞാൽ, ഇറാൻ്റെ ബാലിസ്റ്റിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറാൻ ഉദ്ദേശിക്കുന്നൊരു, ഇറാനെ സംബന്ധിച്ച് ഇറാൻ തുറന്നു നടന്ന ആകാശമാണ്, ആർക്ക് വന്ന് ബോംബിടാം, US-ന് വന്ന് ബോംബിട്ട ആളുകളെ കൊല്ലാം. പക്ഷേ ഇറാൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൈവശമുള്ള ഹ്രസ്വദൂര മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഈ മിസൈലുകൾ വെച്ച് ഇപ്പം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് അങ്ങനെ അറ്റാക്കൊന്നുമില്ല, പക്ഷെ നാളെ ചിലപ്പോൾ ഒരു ബരാജിങ് വരും. അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്തരം കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രം. അതേ അവർക്ക് പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പോൾ ഇതിങ്ങനെ ഇറാനും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, ഇവർക്കും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഇറാൻ നീട്ടിക്കൊണ്ടുപോകുന്ന ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകേണ്ട ലക്ഷ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ സ്റ്റോക്ക് പൈൽ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒരു മിസൈൽ അയക്കുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടി ഒരു 7 എയർ ഡിഫൻസ് മിസൈൽ വേണ്ടി വരും. താഡോ അല്ലെങ്കിൽ പാട്രിയോട്ടോ പോലെ ഒരു 6-7 വേണ്ടി വരും തടുക്കാൻ. ഇറാൻ ഒരെണ്ണം വിടും, ഇവരുടെ എണ്ണം തീരും. ഈ സ്റ്റോക്ക് പെയിൽ നികത്തണമെങ്കിൽ US കൊടുക്കണം. ഇസ്രായേലിൻ്റെ ഇത്ര ഇല്ല. ഇസ്രായേലിൻ്റെ ഈ പ്രശ്നം, എയർ ഡിഫൻസിലെ ഈ ഗ്യാപ്പ് ഈ 2025 12 ദിവസ വാറിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. ഒരു മാസം നീണ്ടു കഴിഞ്ഞാൽ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും പ്രശ്നമാണ്. കുറേ അധികം നീണ്ടു നിൽക്കാൻ കഴിയില്ല. അതാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. കുറേ അധികം നീണ്ടു പോട്ടെ, ഇന്നൊരു മിസൈൽ അയക്കാം, നാളെ 10 അയക്കാം, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു കോൺസ്റ്റൻ്റ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് എവിടേക്ക് പോകുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഒരു ഫ്ലൂയിഡ് അവസ്ഥയിലാണ് ഈ യുദ്ധത്തിൻ്റെ പോക്ക്. കാരണം ഇത് ഇറാനെ തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം
അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വന്നിട്ട് ബോംബിട്ടിട്ട് പോകാം, വളരെ ഈസി ആയിട്ട് ബോംബിട്ടിട്ട് പോകാം, തുറന്ന് കിടക്കുകയാണ്. പക്ഷേ ഇറാനെ തകർക്കുമെങ്കിലും ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ റെജീം ചേഞ്ച് നടക്കില്ല. ഇറാനെ വിഭജിക്കുക. ഇപ്പോൾ സിറിയയിലെ ഭരണമാറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സിറിയയിലെ ഭരണമാറ്റത്തിൻ്റെ ഗുണഭോക്താവ് ഇസ്രായേലാണ്. അതെന്തിനു വേണ്ടിയാണ്? ഹിസ്ബുള്ളയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരേ ഒരു ലാൻഡ് പീസായിരുന്നു സിറിയ. അതുവഴിയാണ് സിറിയയിൽ ബഷാർ അൽ അസദ് ഉള്ളപ്പോൾ ഈ പറയുന്ന ഇറാനിന് സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു. അവർക്കുള്ള ആയുധങ്ങൾ മുഴുവൻ സിറിയ വഴിയാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഹിസ്ബുള്ള വേർപെട്ട് പോയി, ഒരു കൊച്ച ഐലൻഡായി മാറി. ഇനി ഹിസ്ബുള്ളയെ തീർക്കാം, അതുപോലെ ഇറാനെ കഷ്ണങ്ങളാക്കി മാറ്റാം. അതായിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുക. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം ഗസയോ ഇറാഖോ സിറിയയോ ലെബനാനോ അല്ല ഇറാൻ എന്ന് പെൻറ്റഗൺ നന്നായി അറിയാം. അത് ട്രംപിനും നെതന്യാഹുവിനും ഉടനെ മനസ്സിലാവും. യെസ്, ഇന്നത്തെ ഒരു ദൃശ്യം കൂടി ഓർത്തു പോവുകയാണ്. കാരണം ഇസ്രായേലിൽ ഇറാനിൻ്റെ മിസൈൽ വീണ് തകർന്ന സ്ഥലത്ത് ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിക്കുകയുണ്ടായി. ബങ്കറിൽ നിന്ന് പുറത്തു വന്ന് സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് അവിടുത്തെ ടെററിസ്റ്റുകളെയാണ്, പക്ഷേ അവർ ഞങ്ങളുടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇതെന്ത് മോശമായ കാര്യമാണ്. ആരാണ് പറയുന്നത് നോക്കണം. നെതന്യാഹു ഏറ്റവും ഒടുവിലായി 87 പെൺകുട്ടികളെ, സ്കൂൾ പെൺകുട്ടികളെ വധിച്ചതും 100-ന് മുകളിലായി 100-ന് മുകളിലായ അത്രയും പേരെ വധിച്ചതും നെതന്യാഹു ആണ് എന്ന് ആലോചിക്കാം.